നമസ്തേ. നരസിംഹ വിഷ്ണുമായ ഉപാസന ജ്യോതിഷാലയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രദേശവാസികളായ ഒരുപാട് സജ്ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഒരു സമയമാണെന്ന്. എത്രയോ ജോലികളിൽ ഏർപ്പെട്ടിട്ടും പല മാർഗത്തിലൂടെയും സാമ്പത്തികം ശേഖരിച്ചെങ്കിലും സ്വരൂക്കുട്ടി വെച്ച് അത് കടബാധ്യത മാറ്റാൻ മാത്രം സാധിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഇവരെയൊക്കെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതിൽ വിശ്വാസം തോന്നുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് അലട്ടുന്ന സജ്ജനങ്ങൾക്ക് ഈ മന്ത്രം അയച്ചു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഈ മന്ത്രങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം, കുറഞ്ഞ പക്ഷം ഒരു 10-12 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു നൽകുന്നതാണെങ്കിൽ മന്ത്രം പറഞ്ഞു നൽകുകയും കൂടാതെ അതിൻ്റെ എഴുതി എങ്ങനെ ചെയ്യണം എന്നുള്ള അതും കൂടി അയച്ചു നൽകുന്നതാണ് വാട്സപ്പിൽ. മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഫോൺ മുഖേനയോ അതുപോലെ നേരിട്ടോ വരാവുന്നതാണ്. അതുകൂടാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ ജ്യോതിഷാലയത്തിൽ ജഗന്മോഹനവശ്യ മഹാഗണപതി ഹോമം, അതിൽ തന്നെ ജഗന്മോഹനവശ്യ മന്ത്രം, താമരപ്പൂ ഹോമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ അലട്ടുന്ന പല ഭക്തജനങ്ങൾക്കായിട്ടും ശ്രീസൂക്തം താമരപ്പൂവിൽ നെയ്യ് മുക്കി ഹോമിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറ്റം വന്ന് തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായി പറഞ്ഞു കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഫോൺ മുഖേന ബന്ധപ്പെടുക. മറ്റു വിശേഷമായിട്ട് നിങ്ങളൊന്ന് ചെയ്യേണ്ടത്, ഈ മന്ത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൽ കമൻറ്റ് ചെയ്യുക. മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് ഫോൺ മുഖേന വിളിച്ച് പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. മന്ത്രം ചെമ്പഴുക്ക മഹാലക്ഷ്മി മന്ത്രമാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ശ്രീ കൈലാസത്തിൽ പൊന്നും ശ്രീപീഠത്തിന്മേൽ ഇരുന്നരുളും ശ്രീ മഹാദേവൻ്റെ തിരുമുടിയിൽ പൊട്ടിപ്പിറന്ന ചെമ്പഴുക്ക മഹാലക്ഷ്മി, നിന്നെ ഞാൻ സേവിക്കുമ്പോൾ എൻ ചൊല്ല് കേട്ട് പൊന്നും പണവും മഹാലക്ഷ്മി എന്നെ വിളിച്ച് എനിക്ക് തരിപ്പിക്കുകയും ചെയ്യുക ശ്രീ. ഓം മടിയിൽ ചെമ്പഴുക്കേ സ്വാഹ. ഈ മന്ത്രം 9 പ്രാവശ്യം ജപിച്ചതിന് ശേഷം മറ്റൊരു മഹാലക്ഷ്മി മൂലമന്ത്രവും 108 പ്രാവശ്യം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയേ നമ. ഇങ്ങനെയാണ് ആ 2 മന്ത്രങ്ങൾ. 41 ദിവസമാണ് മന്ത്രം ജപിക്കേണ്ടത്. 2 നേരവും ജപിക്കണം. കൂടാതെ നമ്മുടെ ഭവനത്തിനെ ചുറ്റി കുറച്ച് പഞ്ചസാര എടുക്കുക. റൂമിനെയും അതുപോലെ തന്നെ ബെഡ്റൂമിനെയും അതുപോലെ നമ്മുടെ പണപ്പെട്ടിയെയും ചുറ്റി കുറച്ച് പഞ്ചസാര എടുത്തതിന് ശേഷം നമ്മുടെ ഭവനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ട് ഈ പഞ്ചസാര ഇട്ട് കളയുക. നന്നായി പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ചെയ്യുക. അതുപോലെ ക്ഷേത്ര സങ്കേതങ്ങളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒഴുക്ക് ജലമുണ്ടെങ്കിലോ ഓം ശ്രീ നമ എന്ന മന്ത്രം ചൊല്ലി അല്പം വീട്ടിലെ ഭക്ഷണം, അതായത് ഈ ചോറ് പോലുള്ള എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മാവ് വെള്ളത്തിൽ നനച്ചെടുത്ത് ഉണ്ടയാക്കിയിട്ട് അത് മീനൂട്ടായിട്ട് നടത്തുക. ഓം ശ്രീ നമ എന്ന് ചൊല്ലി 21 പ്രാവശ്യം ചെയ്ത എത്ര വലിയ സാമ്പത്തിക തടസ്സങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ പോലും ഉയർന്ന വരാൻ സാധിക്കുന്ന മന്ത്രമാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ
കൂടുതൽ വിവരങ്ങൾക്കായിട്ടും ബന്ധപ്പെടുക. ഫോൺ 9562456582.